الكريم الرحمن المتفضل علينا بشهر رمضان لنستزيد من الخير والإحسان فتفتح لنا أبواب الجنان، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ, അധ്വാനിക്കണേ. എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 11 മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വിശ്വാസികളുടെ മനസ്സിന് വലിയ സന്തോഷവും അതുപോലെ തന്നെ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതിയും കൈവരുന്ന നിലക്ക് വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. സത്യവിശ്വാസികളുടെ മനസ്സുകൾ ഈ ഒരു ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല കാര്യങ്ങളോർത്ത് സന്തോഷിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതാക്കും ഷഹ്റു റമദാൻ, അതാക്കും റമദാൻ, ഇതാ റമദാൻ വന്നെത്തുകയാണ്. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ്, ബറക്കത്തുകൾ ഏറെ നിറഞ്ഞ മാസമാണ്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ മാസം മുഴുവനും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, സ്വർഗീയ കവാടങ്ങൾ പ്രത്യേകമായി തുറന്നു വെക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ, ഏറ്റവും മനുഷ്യനെ തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ചെകുത്താന്മാരെ കൂച്ചുവിലങ്ങിടപ്പെടുന്നു. ഈ മഹത്തായ പ്രത്യേകതകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ വരവോടുകൂടി ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി തന്നെ വിശ്വാസികളുടെ മനസ്സിന് കുളിര് പകരുന്ന വാചകങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നന്മകളാൽ ധന്യമാക്കുവാൻ വിശ്വാസികൾ വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. റമദാൻ കൊണ്ട് ലാഭം നേടുന്നവരുണ്ട്, നഷ്ടം നേടുന്നവരുമുണ്ട്. വിശുദ്ധ റമദാൻ കൊണ്ട് ലാഭം നേടുവാൻ ആവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക എന്നുള്ളത് തന്നെയാണ്. കാരണം മനസ്സ് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലേ, മനസ്സ് മലിനമുള്ളതാണോ അല്ലേ എന്നുള്ളത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രധാനപ്പെട്ട നോട്ടം അങ്ങോട്ട് തന്നെയാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ധനങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ബോഡി എങ്ങനെ എന്നുള്ളതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ബോഡിക്കകത്തുള്ള നിങ്ങളുടെ ഹൃദയം എങ്ങനെ, നിങ്ങളുടെ മനസ്സെങ്ങനെ, അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണോ, എന്താണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ നിദാനം, എന്താണ് പ്രേരക വസ്തു, എന്താണ് ഇഖ്ലാസ് ഉണ്ടോ, ഇതൊക്കെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അത് നന്നായാൽ എല്ലാം നന്നായി എന്നാണല്ലോ ഇസ്ലാമിന്റെ പ്രാഥമിക അധ്യാപനം തന്നെ അതാണല്ലോ. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ബോഡി മൊത്തം നന്നായി,
അത് ദുഷിച്ചാൽ മുഴുവനും ദുഷിച്ചു. വല അറിയണേ വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. അതുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. അത് വിശ്വാസപരമായി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ നിലക്കുള്ള കറകളഞ്ഞ ഒരു സലീമായ ഒരു ഖൽബ്, അതിലൂടെ ആയിരിക്കണം, അത് നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതേപോലെ തന്നെ റമദാനിലെ കർമ്മങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഒരു പട്ടിക, കൃത്യമായ ഒരു ടൈം ടേബിൾ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ സമയം കവരുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഒരിക്കലും ഏർപ്പെടാതെ നോക്കണം. ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെങ്കിലും വിശുദ്ധ റമദാനാകുമ്പോൾ ഈ സോഷ്യൽ മീഡിയക്കൊരു തകരാറുണ്ട്. ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങിയാൽ തന്നെയും അടുത്ത റീൽ വരുന്നത് സമ്പൂർണ്ണ നിഷിദ്ധമായ ഒരു കാര്യമായിരിക്കും. അതിനെ പിടിച്ചു വെക്കുവാനുള്ള ഒരു കരുത്തുകൂടി നമ്മൾ നേടിയെടുക്കുക ഈ മാസത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും സൽക്കർമ്മനിരതമായ ഒരു പ്രത്യേകമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് 5 നേര നിസ്കാരങ്ങളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾ മുഴുവനും ശ്രദ്ധയുള്ളവരാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 സ്വലവാത്തിൻ, 5 കാര്യങ്ങൾ, 5 നിസ്കാരങ്ങൾ, ഇഫ്തറഹുന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കി നിയമമാക്കിയിരിക്കുകയാണ്. മൻ അഹ്സന വുദൂഅഹുന്ന, ആരെങ്കിലും അതിന്റെ വുദൂ പോലും, വുദൂഇലുള്ള ശ്രദ്ധയാണ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധയുടെ പ്രഥമ പടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി വാചകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കേവലം നിസ്കാരം മാത്രമല്ല, അതിന്റെ വുദൂ പോലും. മൻ അഹ്സന വുദൂഅഹുന്ന, വുദൂ ആര് നന്നാക്കി എടുത്തുവോ, വസല്ലാഹുന്ന ലിവഖ്തിഹിന്ന, തോന്നുമ്പോ തന്റെ സൗകര്യത്തിന് തനിക്ക് നേരം കിട്ടുമ്പോ എന്നുള്ളതല്ല, അല്ലാഹു നിശ്ചയിച്ച അതിന്റെ വസല്ലാഹുന്ന ലിവഖ്തിഹിന്ന, അല്ലാഹു നിശ്ചയിച്ച അതിന്റെ പ്രാഥമികമായ സമയത്ത് തന്നെ അത് നിർവഹിക്കുകയും ചെയ്താൽ പിന്നെയോ നിസ്കാരത്തിന്റെ അകത്ത് പ്രവേശിച്ച് ധൃതി കൂട്ടലല്ല, അവയിലെ റുകൂഅ് സുജൂദുകളിൽ വളരെയേറെ സമ്പൂർണമായ അടങ്ങി ഒതുങ്ങി അത് വേണ്ട വിധത്തിൽ നിർവഹിച്ചാൽ, ആ നമസ്കാരത്തിന്റെ അകത്തവൻ പാലിക്കേണ്ടുന്ന അതിന്റെ ജീവനും കാതലുമായ ഭയഭക്തിയുടെ കാര്യത്തിലേറെ ശ്രദ്ധ പുലർത്തുകയും ചെയ്താൽ, കാന ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹു അവനുമായി ഇതാ കരാറെടുത്തിരിക്കുകയാണ്. എന്താണ് കരാറ്? ആ കരാറിന് ലംഘനമുണ്ടാവുകയില്ല. അൻ യഗ്ഫിറ ലഹു, പൊറുത്തു തരും ഞാൻ എന്ന് അള്ളാഹുവിന്റെ കരാറാണ്. പക്ഷേ അതിന് വേണ്ട കണ്ടീഷനുകൾ പൂർത്തിയാക്കിയിരിക്കണം. അത് നമ്മുടെ കടമയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഏത് കാലത്തും സുപ്രധാനമാണ്. വിശുദ്ധ റമദാനിലാകുമ്പോൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് ഏറെ സമയം കണ്ടെത്തേണ്ടുന്ന മാസമാണ്. കേവല പാരായണമല്ല, തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിന്റെ അർത്ഥവും ആശയങ്ങളും ചിന്തിക്കാനുള്ള ഷഹ്റുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ മാസം കൂടിയാണത്. അത് ചിന്തിക്കണമെങ്കിൽ മറ്റു 11 മാസക്കാലത്തിലും അതിനുള്ള അധ്വാനങ്ങളിൽ ഏർപ്പെട്ടവർക്കേ സാധിക്കുകയുള്ളൂ. ഖുർആൻ ക്ലാസുകൾക്ക് വരൂ, ഖുർആനിന്റെ മജ്‌ലിസുകളിലേക്ക് വരൂ, ഇതാ അർത്ഥം പഠിപ്പിക്കുന്ന, ആശയം പഠിപ്പിക്കുന്ന വേദികളിലേക്ക് കടന്നു വരൂ എന്ന് പറയുമ്പോൾ അത് കേട്ട ഭാവം പോലും നടിക്കാതെ തിരിഞ്ഞു കളഞ്ഞ ഒട്ടേറെ ആളുകൾ ഉണ്ടാവാം. ആലോചിക്കുക, ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം വിശുദ്ധ ഖുർആനിന്റെ കേവല പദപ്രയോഗങ്ങൾ നിങ്ങളെ ചിന്തയെ തട്ടി ഉണർത്തുകയില്ല. മറിച്ചതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നവർക്ക് ഒരല്പമെങ്കിലും, പരിമിതമായ തോതിലെങ്കിലും ഒന്ന് ചിന്തയുണരുകയുള്ളൂ. ഒരു പ്രത്യേകമായ മാനസികമായ ഒരു ഉണർവ് അവന്റെ മനസ്സിൽ, ഖൽബിൽ തട്ടിക്കൊണ്ടത് പാരായണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ കേവല പാരായണത്തിനുമപ്പുറം തദബ്ബുറോടെ, ചിന്തയോടെ പാരായണം ചെയ്യുവാൻ ഈ മാസത്തിൽ പ്രത്യേകം സമയം കണ്ടെത്തുക. കാരണം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഒട്ടേറെ വിശേഷണങ്ങൾ ആ ഖുർആനിനെ സംബന്ധിച്ച് ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അത് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. അത് സത്യമേത് അസത്യമേതെന്ന് ആശങ്കയിൽ അകപ്പെടുന്ന മനുഷ്യന് ദിശാബോധം നൽകുന്ന വഴികാട്ടിയാണ്. അവിടെ കൃത്യമായി അവന് ബോധം നൽകുവാനുള്ളതാണ് ആ ഗ്രന്ഥമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ ചിന്തക്ക് സമയം കണ്ടെത്തേണ്ടുന്ന കാലഘട്ടമാണ്.
ദുആകൾക്ക് ഏറെ പ്രാധാന്യമുള്ള അവസരമാണ് എന്നുള്ളത് കൊണ്ട് ദുആക്ക് ഏറെ സമയം കണ്ടെത്തേണ്ടുന്ന മാസമാണ്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കൽപ്പിച്ച വചനമുണ്ടല്ലോ. വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ എന്ന് പറഞ്ഞിങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെയും നോമ്പിന്റെ വിധിവിലക്കുകളൊക്കെ പറയുന്നതിന്റെ ഇടക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് എന്നെ വിളിക്കുന്നവരുടെ വിളിയാളം കേട്ട് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്നോടുള്ള വിളിയാകുന്ന ഇബാദത്തിന് അവർ ഉത്തരം ചെയ്യട്ടെ. ദുആകൾ ധാരാളമായി അധികരിപ്പിക്കട്ടെ. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി അല്ലാഹു പറഞ്ഞത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഫൽയുമിനൂ ബി, എന്നിൽ അവർ അടിയുറച്ച് വിശ്വസിക്കട്ടെ. ദുആ കബൂലാകണമെങ്കിലും, നിസ്കാരം കബൂലാകണമെങ്കിലും, ഖുർആനോത്ത് കബൂലാകണമെങ്കിലും, നോമ്പ് കബൂലാകണമെങ്കിലും, എന്തെന്ത് കാര്യങ്ങൾ കബൂലാകണമെങ്കിലും ഈമാൻ ശരിയാവണം, അള്ളാഹുവിലുള്ള വിശ്വാസം കറക്റ്റ് ആവണം. ആ നിലക്ക് എന്നിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ്. വിശ്വാസം ശരിയാവാതെ ശിർക്കിന്റെ മനസ്സുമായി, ബിദഅത്തുകളുടെയും ഖുറാഫാത്തുകളുടെയും മനസ്സുകളുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരവുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈമാൻ കറക്റ്റ് ആയിക്കൊണ്ട് ഹൃദയത്തെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കൽ നമ്മുടെ ദുആഇന്റെ വേളയിലും അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയങ്ങളിൽ ഏറെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. 3 അവസരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന തട്ടിക്കളയുകയില്ലെന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് അസ്സായിമു ഹീന യുഫ്തിറു എന്നാണ്. നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന വേളയിൽ അവന്റെ പ്രത്യേകമായ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അസ്സായിമു ഇൻദ ഫിത്രിഹി, നോമ്പ് മുറിക്കുന്ന ഘട്ടത്തിൽ അവ മുമ്പുമാവാം ശേഷവും ഉത്തരമുണ്ട് എന്ന് വന്നു. ഹത്താ യുഫ്തിറ എന്ന പ്രയോഗവും ഹദീസിൽ കാണാം. അഥവാ നോമ്പുകാരന്റെ പകൽ മുഴുവനും അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം രാത്രികളിൽ, രാവിന്റെ അന്ത്യയാമങ്ങളിൽ അത്താഴ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി റബ്ബിന്റെ തൗഫീഖുള്ളവരൊക്കെ എഴുന്നേൽക്കുമല്ലോ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവേ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിനും തൗബക്കും വേണ്ടി സമയം കണ്ടെത്തുന്ന വിശ്വാസികളെ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകം എടുത്ത് പ്രശംസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വേളയും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അതേപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ, നാളെ മുതൽ നമ്മൾ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കും. ഇന്നത്തെ രാത്രി അടക്കമുള്ള ആ രാവുകളിൽ മുഴുവനും അല്ല, ആ 30 ദിവസവും നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അല്പമെങ്കിലും ഒരു സ്വദഖ എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കുക. വലൗ ബിശിഖ്ഖി തംറ ഇത്തഖുന്നാർ, നരകത്തിയെ നിങ്ങൾ പ്രതിരോധിക്കുവീൻ, അതിൽ നിന്ന് നിങ്ങളുടെ തടിയെ നിങ്ങൾ കാത്തുരക്ഷിക്കുവീൻ. വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പനച്ചുളയുടെ, ഒരു ഈത്തപ്പഴത്തിന്റെ ചുള കൊണ്ടാണെങ്കിലും ചീന്തുകൊണ്ടാണെങ്കിലും, അഥവാ എത്ര കുറഞ്ഞ തോതിലാണോ തന്റെ കഴിവുകൾക്കനുസരിച്ച് ഈ റമദാനിൽ മുഴുവനും എനിക്ക് നിലനിർത്താവുന്ന സ്വദഖയുടെ ഒരീനം, അത് നിർബന്ധദാനത്തിന് അപ്പുറമുള്ളതാണ് ഞാൻ പറയുന്നത്, അതെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം എന്ന് ഈ തുടക്കത്തിൽ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു നോമ്പ് തുറക്കുന്ന വ്യക്തിക്ക് അവന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം നൽകിക്കൊണ്ടാവാം, അതല്ലെങ്കിൽ നോമ്പ് മുറിക്കുവാനുള്ള വിഭവം നൽകിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നതാവാം. മൻ ഫത്തറ സായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അതേ നോമ്പുകാരന്റെ പ്രതിഫലം ഈ മനുഷ്യന് നോമ്പെടുത്ത വ്യക്തിക്ക് ഒട്ടും കുറയാതെ അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം എന്ന നിലക്ക് ഈ സ്വദഖ ചെയ്ത മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സുകൾ ക്ലിയർ ആക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക. വല്ലയിടത്തും വല്ല വിടവുകളും കാണുന്നുവെങ്കിൽ കൂട്ടിപ്പിടിക്കുക. അകൽച്ചകളുണ്ടോ ആ അകൽച്ചകളെ മാറ്റിക്കൊണ്ട്
ഇണക്കങ്ങൾക്ക് ഏറെ ശ്രദ്ധ കാണിക്കുക. കാരണം മനസ്സുകൾ ഇണങ്ങാതെ, പിണക്കങ്ങൾ മാറാതെ റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കില്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നിമിഷത്തെങ്കിലും ഇപ്പോഴെങ്കിലും ഓർക്കുക, ആരോടെങ്കിലും ഏതെങ്കിലും നിലക്ക് പേഴ്സണൽ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബ ബന്ധങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ആരോടെങ്കിലും ജീവിച്ചിരിക്കുന്ന ഈ ദുനിയാവിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിച്ച് അവരോട് സലാം പറഞ്ഞ് മനസ്സൊന്ന് ക്ലിയർ ആക്കിയിട്ട് മതി ഇന്നത്തെ മഗ്രിബിന്റെ ശേഷം നമ്മൾ റമദാനിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാൻ, ആ മാസപ്രയുടെ വാർത്ത കേൾക്കുവാൻ. സഹോദരങ്ങളെ, അതിന് ഏറെ പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ഇബ്ലീസ് അതിന് സമ്മതിക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതൊരു വലിയ ജിഹാദാണ്. കാരണം ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും ഞാൻ അങ്ങനെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു വാശി, അങ്ങനെയാണ്. എന്നാൽ മുത്തു മുസ്തഫ അതല്ല പറഞ്ഞത്. ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചല്ല, ഇങ്ങോട്ടെങ്ങനെയാണോ എങ്കിൽ ഞാൻ അങ്ങോട്ടും നല്ലതാണ് എന്ന് പറയുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. വലാകിന്നൽ വാസിൽ, മറിച്ച് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാരാണ്? മന്നിദാ ഖതഅതുഹു റഹിമുഹു വസലഹാ, ആരെങ്കിലും തന്നോട് ഇങ്ങോട്ട് ഇതുവരെ വല്ല ബന്ധവും മുറിച്ച് ഞാൻ എത്ര അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിച്ചാലും പിടങ്ങി തന്നെ നിൽക്കുന്നവരുണ്ടോ, അവരോട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ്, ശ്രമം നടത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദർശ രംഗത്തുള്ള പിണക്കങ്ങൾ തീർക്കാനാവില്ല. കാരണം അവർ പറയുന്ന അനിസ്ലാമിക ആദർശത്തിലേക്ക് ചെന്നാലേ അവർ നമ്മോട് ഇണങ്ങുകയുള്ളൂ എന്ന് വന്നാൽ അതിന് നമുക്ക് പറ്റില്ലല്ലോ. അതല്ലാത്ത നിലക്കുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ സർവതല സ്പർശിയായ മേഖലകളിലൂടെ ശുദ്ധീകരണത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവസാന നിമിഷത്തിലും മരണം സംഭവിച്ചേക്കാം റമദാനിൽ എത്തുന്നതിന്റെ മുമ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് വിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിച്ച് അതിനെ ധന്യമാക്കുവാനുള്ള സർവ്വ തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൂടുതൽ കൂടുതൽ നൽകി സ്വർഗാവകാശികളായി മാറുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ആ പ്രവേശനത്തോടെ ഞാൻ നേരത്തെ സൂചന നൽകിയ ഖുർആനിക പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാവണം. വിജ്ഞാനം നേടുന്നതിലൂടെയാണ് അള്ളാഹു സ്വർഗത്തിലെ പടികളിലൂടെ ഔന്നത്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം നൽകുക എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലെ മുഅ്മിനീങ്ങളെ ഉയർത്തും, ദറജകൾ ഉയർത്തും. ഈമാനിനനുസരിച്ച് അല്ലാഹു അവരുടെ പദവികൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഇൽമ നൽകപ്പെട്ടവർക്കും മുഅ്മിനീങ്ങൾക്കും പ്രത്യേകം അതിലെടുത്തു പറഞ്ഞു. ഇൽമ നൽകപ്പെട്ടവർക്കും അല്ലാഹു വലിയ പദവികൾ കൊടുക്കും. ഏറ്റവും വലിയ ഇൽമ ഖുർആനിന്റെ ഇൽമാണ്, ഹദീസിന്റെ ഇൽമാണ്, ശർഈയായ അറിവാണ്. ഏത് അറിവുകളുടെയും ഫലങ്ങൾ മരണം വരെയാണെങ്കിൽ ശർഈയായ അറിവുകളുടെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ തുടങ്ങും മരണം മുതൽ എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് എനിക്കെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ റമദാൻ വന്നാൽ അത് കേവലം അലസതയുടെയും ഉറക്കിന്റെയും വിശ്രമത്തിന്റെയും കാലമല്ല, പഠനത്തിന്റെയും വായനയുടെയും ചിന്തയുടെയും കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മക്കളോടും അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. ആ നിലയ്ക്ക് ആരാധനകൾ വർദ്ധിപ്പിക്കുവാനും വിജ്ഞാന വർധനവിന് ഉതകുന്ന നിലയ്ക്ക് ഉപകാരപ്രദമായ വായനയ്ക്ക് വേണ്ടിയും വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹം, മഹബത്ത് അത് നമ്മുടെ പ്രവൃത്തി പദത്തിൽ തന്നെ തെളിഞ്ഞ് കാണുന്ന വിധത്തിലുള്ള അന്തരീക്ഷം സംജാതമായി കൊണ്ട് ഈ മാസത്തോട് വല്ലാത്തൊരു മഹബത്തും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ തയ്യാറാകണം. എല്ലാവർക്കും
അതിനല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സർവ്വരോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ, മാരക രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ, ജന്നത്തിൽ അവർക്ക് ഇടം നൽകുമാറാകട്ടെ. നമ്മോടൊപ്പം അവർക്ക് ജഹന്നമില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى